ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അല്പസമയത്തിനകം രണ്ടാം മത്സരത്തിനിറങ്ങും. AP സജിഷ ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും. സജിഷ, കളിക്കാനിറങ്ങുന്ന ആദ്യ 11ന്റെ ഫൈനൽ ചിത്രം വ്യക്തമായിരിക്കുന്നു. അഡ്രിയാൻ ലൂണ ഇറങ്ങുന്നില്ല. ഏത് രീതിയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നത്തെ മാച്ചിനെ അത് പ്രതിഫലിക്കുക? കാരണം ഇന്നത്തെ മത്സരത്തിൽ കൂടി ജയിച്ചേ പറ്റൂ. ആദ്യ മത്സരത്തിൽ തോൽവി വഴങ്ങിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. വിനിഷ, ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ആരംഭിക്കാൻ. മലയാളികളുടെ ഹൃദയം കീഴടക്കിയ അഡ്രിയാൻ ലൂന ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ രണ്ടാമത്തെ മത്സരത്തിനും ഇറങ്ങുകയാണ്. ആദ്യത്തെ മത്സരത്തിലും ലൂന കളിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, മധ്യനിരയെ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ഒരു ലൂന മാജിക്, ലൂനയുടെ ഒരു മാസ്മരിക പ്രകടനങ്ങൾ എപ്പോഴും ഒരു ടെക്നോളജി എപ്പോഴും ഉണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. അപ്പം കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലും ഇന്നും അതൊരു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ചെറിയൊരു നിരാശയുണ്ടെങ്കിലും വലിയൊരു പ്രതീക്ഷ ഇന്നും ബ്ലാസ്റ്റേഴ്സിന് നിലനിൽക്കുന്നുണ്ട്. ആരാധകർക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രേമികൾ ഇപ്പോഴും ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, കഴിഞ്ഞ സീസണിൽ തന്നെ ഡ്യൂറൻ കപ്പ് നടന്നപ്പോൾ പോലും ലൂന കുറേ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ കോമി പെപ്ര നല്ല മുന്നേറ്റക്കാരനായിരുന്നു, മികച്ച ഗോൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നേടിയിട്ടുണ്ടായിരുന്നു. ഈ ISL ഇന്നത്തെ മത്സരത്തിൽ കോമി പെപ്ര ആദ്യ 11 ഇടം പിടിച്ചിട്ടില്ല. 11 ലിസ്റ്റ് വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് കോമി പെപ്ര ആദ്യ 11 ഇല്ല. അതിന് പകരം KP രാഹുലും മലയാളിയും ഇന്ത്യൻ താരവും കൂടിയായിട്ടുള്ള KP രാഹുലും നോഹ സൗദിയും ആദ്യ മുന്നേറ്റക്കാരായിട്ട് ആദ്യ 11 തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊരു നമ്മുടെ ഒരു ഇന്ത്യയുടെ തന്നെ പ്രതിരോധ കോട്ട കാക്കുന്ന പ്രീതം കോട്ടാൽ ഇത്തവണയും ആദ്യ 11 ഡിഫൻസിൽ പ്രീതം കോട്ടാലുണ്ട്. അതുപോലെ തന്നെ മലയാളി താരം വിപിൻ മോഹൻ മിഡ്ഫീൽഡിലുണ്ട്. ലൂന ഇല്ലാതെ എത്രത്തോളം അത് തന്നെയാണ് ഇപ്പം നമ്മളും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത്. ലൂനയുടെ മിഡ്ഫീൽഡിലെ നിയന്ത്രണങ്ങളില്ലാതെ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയെ ഒരു കോർത്തിണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണിയായിരുന്നു എപ്പോഴും ലൂന. ഈ ലൂന ഇല്ലാതെ എത്രത്തോളം ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളും കാത്തിരിക്കുന്നത്. ശരി സജിഷ, ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി തുടങ്ങാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. കൃത്യം 7:30 കൂടി തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പന്തുരുളും. അതിനാൽ തന്നെ ഏത് രീതിയിലായിരിക്കും മത്സരഫലങ്ങൾ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണാം. ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളമായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളമായാലും വിജയം അനിവാര്യമാണ്. ആദ്യ 2 മത്സരങ്ങളിലും തോറ്റിട്ടാണ് ഈ 2 ടീമുകളും ഇന്ന് രണ്ടാം മത്സരത്തിന് ഇറങ്ങുന്നത്. അതിനാൽ തന്നെ വിജയം ഏത് കൂട്ടർക്കൊപ്പം നിൽക്കുമോ ആ കൂട്ടർക്ക് മുന്നോട്ട് പോകാനുള്ള പോയിന്റ് പട്ടികയിലൊക്കെ ഉയർന്നു വരാനുള്ള ഒരു സാധ്യതകൾ കൂടിയാണ് ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ മത്സരം ആവേശകരമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് AP സജിഷയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.